നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലേറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം. ബിഗ് ബോസിലെത്തിയപ്പോൾ മുതലായിരുന്നു ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത്. ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷിയാസ് വിവാഹിതനായത്. സിനിമ, ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. ദീർഘകാല സുഹൃത്തായ ദർഫയായിരുന്നു ഷിയാസിന്റെ വധു. സ്റ്റാർ മാജിക്കിലെ മിക്ക താരങ്ങളും ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. പാട്ടും ഡാൻസും ഗെയിമുകളും ഒക്കെയായി സ്റ്റാർ മാജിക്കിലെ സ്ഥിരം സാന്നിധ്യമാണ് ഷിയാസ്. തന്റെ വിവാഹം ഉമ്മയുടെ വലിയ ആഗ്രഹമാണെന്ന് ഷിയാസ് പറഞ്ഞിരുന്നു. സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ചില വിവാദങ്ങളും താരത്തിന്റെ പേരിലുണ്ടായി. ഷിയാസിന്റെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ഈ വിഷയത്തിൽ താരം പങ്കുവച്ച ചില കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ. നമ്മുടെ നാട്ടിൽ നിയമവും മറ്റെല്ലാ പിന്തുണകളും സ്ത്രീകൾക്കാണ് ലഭിക്കുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ ഷിയാസ് പറഞ്ഞത്. എത്ര പണമുള്ളവനാണെന്ന് പറഞ്ഞാൽ പോലും സ്ത്രീകൾ പരാതിയുമായി വന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഉദാഹരണം സഹിതം താരം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഏത് സ്ത്രീയാണ് പരാതി കൊടുത്തതെന്ന് പോലും ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നില്ല. എത്ര കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയുടെ പരാതിയിൽ വലിയ വലിയ കാശുള്ള നടന്മാർ പോലും ജയിലിൽ പോയ കാലമാണിത്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ജയിലിൽ പോയില്ലേ, അതാണ് ഇവിടുത്തെ നിയമം. ശിക്ഷ കിട്ടിയോ ഇല്ലയോ എന്നത് മാത്രമല്ല, ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വലിയ നിയമ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. സ്ത്രീയുടെ പേര് പറയാതെ ഇര എന്നാണ് പറയുക. എന്നാൽ പുരുഷന്മാരുടെ പേരും ഫോട്ടോയും അഡ്രസ്സും ഹൈറ്റും വെയിറ്റും ഒക്കെ പറയും. ഇവിടെ എത്ര കള്ളക്കേസ് നടക്കുന്നുണ്ട്. പിന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ പരാതി പറയാൻ പോകാതിരുന്നത്? ഇവിടെ സാധാരണ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത്. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും നിയമത്തിൽ പോലും അങ്ങനെയാണ്. അല്ലാതെ സിനിമാ നടിമാർക്ക് മാത്രമായിട്ടുള്ള പരിഗണന കൂടുതലൊന്നുമില്ല. സിനിമാ താരങ്ങളെക്കുറിച്ച് മാത്രമേ മീഡിയയിൽ വരികയുള്ളൂ എന്നൊന്നുമില്ല. മീഡിയയിൽ വർക്ക് ചെയ്ത സ്ത്രീകളോ അതല്ലെങ്കിൽ മറ്റെവിടെ ജോലി ചെയ്യുന്നവരോ ആണെങ്കിലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരാതിപ്പെട്ടാൽ അവർക്ക് നിയമ സംരക്ഷണം ലഭിക്കുമെന്നാണ് ഷിയാസ് പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഷിയാസ് കരീം വിവാഹിതനാവുന്നത്. അതിനു മുൻപ് മറ്റൊരു യുവതിയുമായി താരത്തിന്റെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു യുവതി ഷിയാസ് തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വരികയായിരുന്നു. കാഞ്ഞങ്ങാട് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. എറണാകുളത്ത് ജിം ട്രെയിനറായി ജോലി ചെയ്തിരുന്ന യുവതി ഷിയാസുമായി പരിചയത്തിലാവുകയായിരുന്നു. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം ചതിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി. മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നൊക്കെ ആരോപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഷിയാസ് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം അവസാനിക്കുന്നത്. മകനൊരു കുടുംബമുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നേരത്തെ ഉമ്മ പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി ഷിയാസിന്റെ കുടുംബം പ്രേക്ഷകർക്ക് പരിചിതരാണ്. നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹം മാറിപ്പോയെന്നും ഇത് ആദ്യം കണ്ട പെൺകുട്ടിയായിരുന്നുവെന്നും ഇപ്പോൾ വീണ്ടും പ്രപ്പോസൽ വന്നതാണെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. ദർഭയായിരുന്നു. 12 വയസ്സ് പ്രായ വ്യത്യാസമുണ്ട്. മകളെ പോലെയാണ് അവളെ കാണുന്നതെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. അടുത്തിടെ സി കേരളത്തിലെ സൂപ്പർ ഷോയിലേക്ക് ഷിയാസ് എത്തിയപ്പോൾ ദർഭയും കൂടെ ഉണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ ഇരുവരും സംസാരിച്ചു. കല്യാണത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം ഷിയാസ് സംസാരിക്കുന്നതാണ് കണ്ടത്. ഇത്തവണ അതേക്കുറിച്ച് ദർഫ പറയട്ടെ എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ കമന്റ്. 18 വയസ്സുള്ളപ്പോൾ എന്നെ പെണ്ണ് കാണാൻ വന്ന ആളായിരുന്നു. ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നു അത്. പഠനവും കരിയറും ഒക്കെ പോരുതെന്ന് കരുതി കല്യാണം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അന്ന് ഷിയാസിക്കയാണ് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് എന്നായിരുന്നു ദർഫ പറഞ്ഞത്. പ്രായവ്യത്യാസം നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അന്ന് മുതൽ. എന്റെ ദേഷ്യമൊക്കെ പുള്ളിക്കാരിക്ക് അറിയാതെ കുറിച്ച് ചോദിച്ചപ്പോൾ ആള് ഭയങ്കര കൂളാണെന്നായിരുന്നു ദർഫ പറഞ്ഞത്. നമ്മൾ എത്ര ടെൻഷനിലാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് ആള് നമ്മളെ ഹാപ്പിയാക്കും. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഉമ്മയാണ്. ഉമ്മയേക്കാൾ കൂടുതൽ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ നേരത്തെ വീട്ടിൽ കയറാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. മകളെ പോലെയൊക്കെയാണ് ഞാൻ അവളെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. അതേസമയം തന്റെ പ്രണയം പങ്കുവച്ച ദർഫ പങ്കുവച്ച പോസ്റ്റുകളും ഏറെ വൈറലായിരുന്നു. തന്നെ ഇരു കൈകളിലും എടുത്ത ഇക്കയുടെ പടങ്ങൾ സഹിതമാണ് ദർഫ പോസ്റ്റ് പങ്കിട്ടത്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് അതിരുകളില്ല. ഞാൻ പ്രണയത്തിൽ വീണു പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ചിരിക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി അത് നീ മാത്രമാണ്, എൻ്റെ ജീവൻ എന്നാണ് ദർഫ കുറിച്ചത്. ഇരുവരുടെയും വിവാഹങ്ങൾ മുടങ്ങിയത് ഇവർ ഒന്നിക്കാൻ തന്നെയാണ്. അത് പടച്ചവന്റെ തീരുമാനമെന്നാണ് ആരാധകർ പറയുന്നത്.
പറയുന്നത്. ഷിയാസിനേക്കാൾ ഏറെ പ്രായ വ്യത്യാസം ഉണ്ട് ദർഫയ്ക്ക്. വളരെ ചെറിയ കുട്ടിയാണ്, പ്രായമൊന്നുമില്ല. അവൾക്ക് 22 വയസ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ചെറിയ മോളാണ്. ഇവളുടെ 22 വയസ്സുള്ളപ്പോൾ ഞാൻ ജീവിക്കാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ് അവൾ എന്ന് ഷിയാസ് പറഞ്ഞിരുന്നു. നമ്മൾക്കിടയിൽ പ്രായ വ്യത്യാസമുണ്ടെന്നാലും സൗഹൃദവും സ്നേഹവും വിവാഹത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഷിയാസ് പറഞ്ഞിരുന്നത്. ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു ഷിയാസിൻ്റെത്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ പാടെ വിവാഹം ആലോചിച്ചു തുടങ്ങിയതാണ് ഷിയാസിന്. എന്നാൽ അന്നൊന്നും വിവാഹം നടന്നിരുന്നില്ല. ഒരിക്കൽ ഷിയാസിൻ്റെതെന്ന പോലെ ദർഫയ്ക്കും വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ അത് മുടങ്ങി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി ഇരുവരെയും ഒന്നാക്കി. ദർഫ അബുദാബിയിലാണ്, എമിറേറ്റ്സ് എൻബിഡിയിലാണ് ജോലി. അവർ കുടുംബമായി അവിടെയാണ് താമസം. ഇനി താനും മിക്ക ദിവസങ്ങളും അവിടെ ആകുമെന്നും ഷിയാസ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിലേറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും ഒക്കെ ആയ ഷിയാസ് കരീം. ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലാണ് ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത്. സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ ഒരാളുമാണ് ഷിയാസ്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത്. ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട്. ഇടയ്ക്ക് ഷിയാസ് വിവാഹിതനാകാൻ ഒരുങ്ങുകയും വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് കരീം വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. നവംബർ 25-നായിരുന്നു ഷിയാസിന്റെയും ദർഫയുടെയും വിവാഹം നടന്നത്. താരത്തിന്റെ കൂട്ടുകാരി കൂടിയായ ദർഫയാണ് വധു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ താരത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. ഡോക്ടറായ രഹാന എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചത്. എന്നാൽ വൈകാതെ ആ വിവാഹ ബന്ധം മുടങ്ങി. ഒരു യുവതി ഷിയാസിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ ഷിയാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വിവാഹം മുടങ്ങിയത്. അതേസമയം കേസടക്കം എല്ലാ സംഭവങ്ങളും കലങ്ങി തെളിഞ്ഞെന്നും താൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണെന്നും ഷിയാസ് അന്ന് പറഞ്ഞിരുന്നു. തന്റെ ഏറ്റവും മോശം സമയത്ത് തനിക്ക് താങ്ങായും തണലായും നിന്ന പെൺകുട്ടിയായിരുന്നു ദർഫയെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ താൻ പെണ്ണ് കാണാൻ പോയ കുട്ടികളിൽ ഒരാൾ കൂടിയായിരുന്നു ദർഫയെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന തോന്നൽ എനിക്കുണ്ടായി. അതിനാൽ ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ല. അതേസമയം തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടർന്നുവെന്ന് പറഞ്ഞു. വിഷമഘട്ടത്തിൽ താൻ ദർഫയുമായി എപ്പോഴും സംസാരിച്ചിരുന്നു. അവരും അവരുടെ കാര്യങ്ങൾ താനുമായി പങ്കുവെച്ചു. അങ്ങനെയാണ് എന്നാൽ ഒരുമിച്ച് മുന്നോട്ട് പോയാലോ എന്ന് ഞങ്ങൾ പരസ്പരം തീരുമാനിക്കുന്നത്. ദർഫ അബുദാബിയിലെ എമിറേറ്റ്സ് എൻബിഡിയിലാണ് ജോലി ചെയ്യുന്നത്. അവളുടെ കുടുംബം അവിടെയാണ്. നവംബർ 25-ന് പെരുമ്പാവൂരിൽ വെച്ചായിരുന്നു ആഘോഷപൂർവ്വമായ വിവാഹം നടക്കുന്നത്. നിരവധി പേരെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ ഇനി ഞാൻ അബുദാബിയിൽ തന്നെ ആയിരിക്കും. ബിസിനസ് ആവശ്യങ്ങളുമായി ഞാൻ അബുദാബിയിൽ തന്നെയാണ്. അവിടെ ആരംഭിച്ച ജിമ്മൊക്കെ നന്നായി തന്നെ പോകുന്നു എന്നും ഷിയാസ് വ്യക്തമാക്കിയിരുന്നു. ജീവിതത്തിൽ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴായിരുന്നു വിവാദം ഉണ്ടാകുന്നത്. ആ സ്ത്രീ തന്നെ പറ്റിക്കുകയായിരുന്നു. അവരുടെ മകനെ സഹോദരൻ എന്ന നിലയിൽ തനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഇത് ഞാൻ ചോദ്യം ചെയ്ത് തുടങ്ങിയതോടെയായിരുന്നു ആ ബന്ധം വഷളാകുന്നത്. പണം തട്ടാൻ ശ്രമിച്ച് നടക്കാതെ വന്നതോടെയാണ് അവർ തനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഞാനിപ്പോൾ സന്തോഷവാനാണ്. ആരെയും ഭയന്നിട്ടല്ല വിവാഹകാര്യം പരസ്യമാക്കാതിരുന്നത്. തങ്ങൾ രണ്ടുപേർക്കും മുൻപ് വിവാഹം മുടങ്ങിയ ചരിത്രമുള്ളതുകൊണ്ടാണ്. അതിനാൽ വിവാഹത്തോട് അടുപ്പിച്ച് മാത്രം വിവരം പരസ്യമാക്കിയാൽ മതിയെന്ന് ഞങ്ങളും കുടുംബവും തീരുമാനിക്കുകയായിരുന്നുവെന്നും ഷിയാസ് വ്യക്തമാക്കി.